ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയും ഉറട്ടിയാണ്. അപ്പോൾ അതിന് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 5 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു 10 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ആവശ്യത്തിന് എടുത്താൽ മതി, ഞാൻ കുറച്ച് കൂടുതൽ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നിപ്പോൾ കറണ്ടില്ല, അതുകൊണ്ട് ഇതെല്ലാം ഇഞ്ചിയെല്ലാം ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം, സവാള ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം നമ്മുടെ സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി നോക്കാം. നമുക്ക് ചിക്കനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനൊരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് സവാള നന്നായിട്ട് ഒന്ന് നല്ലതായിട്ട് വാടി വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1.5 ടേബിൾ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇതിനി നമുക്ക് ചെറിയ തീ വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം ഇതിൽ നിന്ന് ചിക്കൻ്റെ വെള്ളങ്ങളെല്ലാം ഇറങ്ങും. അപ്പം അടച്ചു വെച്ചു കൊടുക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ച് നമുക്ക് ഉറട്ടിയുടെ മാവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം എടുത്ത് വെള്ളം, ഈ വെള്ളത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ മാവ് കയ്യിലൊന്നും പറ്റാതിരിക്കാനാണ് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ചെറിയ തീ തന്നെ കുറേ നേരം വെച്ച് കൊടുക്കണം. അപ്പോഴേ ഇതിലുള്ള വെള്ളം എല്ലാം ഇറങ്ങും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉറട്ടിക്കുള്ള മാവാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നന്നായിട്ട് വേവണം മാവ്, അപ്പോഴാണ് ഉറട്ടിയൊക്കെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തീ നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ 4 കപ്പ് മാവാണ് ഇതിലിട്ടിട്ടുള്ളത്. അതായത് 1/2 കിലോ മാവ് എടുത്തിട്ടുണ്ട് ഞാൻ ഉറട്ടിക്ക്. അപ്പോൾ ഇതിലേക്ക് ഇനി മാവ് ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. തീ ഞാൻ ഓഫാക്കിയിട്ടില്ല, ചെറിയ തീയിൽ വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വേവണം മാവ്. അത് പത്തിരിക്കായാലും ഉറട്ടിക്കായാലും നന്നായിട്ട് വെന്താലേ നല്ല രുചിയും ടേസ്റ്റും കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം തേങ്ങ ഇട്ടത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1.5 കപ്പ് തേങ്ങയാണ് ഇതിലിട്ടത്.
അപ്പോൾ നമുക്ക് സ്റ്റൗ ഞാൻ ഓഫാക്കിയാണ്. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഇതിലുണ്ട്. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ടൊന്ന് വേവണം. അതിന് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ വെള്ളം ചിക്കനിന്, നാടൻ ചിക്കനാണെങ്കിൽ വെള്ളം ഒഴിക്കണം. പക്ഷേ ഇത് നാടനല്ലല്ലോ. അപ്പോൾ ഇതിൽ വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ. മാവ് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കിയിട്ടൊന്നും നമുക്ക് പത്തിരി ഉരുട്ടിയും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നന്നായിട്ട് പിന്നെ ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴേ ഇതൊക്കെ പത്തിരിയായാലും പത്തിരി പൊള്ളി വരണമെങ്കിലും അതുപോലെ നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയും കൂടെ ആകട്ടെ, എന്നിട്ട് നമുക്ക് ഉരട്ടിയുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറിയ തീ വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. ഇങ്ങനെ സ്റ്റൗ ഓഫാക്കി ഇനി നമ്മൾ ഉരട്ടി തയ്യാറാക്കി എടുക്കാം, പരത്തിയെടുക്കാം. ഇതിൽ വെച്ച് പരത്തണം എന്തെന്ന് പറഞ്ഞാൽ കട്ടി വേണ്ട ഇവിടെ. അതാണ് ഇതിൽ വെച്ച് പരത്തിയെടുക്കണം. കട്ടി ഒരുപാടായ ഇവിടെ ആർക്കും ഇഷ്ടമാവില്ല. ഉരട്ടി ആയാലും ഏത് പലഹാരമായാലും കട്ടി ഇഷ്ടമല്ല. അതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് റൗണ്ട് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണം. ഉരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് എത്തിച്ച് നമ്മുടെ ഉരട്ടി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഉരട്ടി ഇട്ട് കൊടുക്കാം. ഉരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ ഉരട്ടിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മുതൽ ഒന്നിനടം വിട്ടേ ആണ് വീഡിയോ ചെയ്യണത്.